Welcome back to Bina's Competitive Mastery Kodamangalam, and also welcome back to our English class. So dear students, we were discussed the story The Mysterious Picture by Charles Tocaster. വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണല്ലേ നമ്മൾ ഇതുവരെ കേട്ടതിൽ നമ്മൾ തോന്നിയത്. മെയിൻ ക്യാരക്ടർ ആരായിരുന്നു? ടില്ലാണ്. പിന്നെ നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ഉണ്ട്. പിന്നെ കോർട്ടിൽ ഒരുപാട് ആൾക്കാരല്ലേ. അങ്ങനെ നമ്മൾ ഇന്നലെ ഇവിടെ വരെയാണ് പഠിച്ചു നിർത്തിയത്. ടില്ല് ഒരു പിക്ചർ വരച്ച് തരാമെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ 100 പീസ് ഓഫ് ഗോൾഡ് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് ടില്ലിന് കൊടുക്കുന്നു. അങ്ങനെ ടില്ല് എല്ലാവരുടെയും കൂടി ചേർന്ന ഒരു പിക്ചർ വരച്ച് തരാമെന്ന് ആർക്ക് പ്രോമിസ് ചെയ്യുന്നു? നമ്മുടെ ആർച്ച് ഡ്യൂക്കിനും ബാക്കി കോർട്ടിയേഴ്സിനും എല്ലാവർക്കും ഒരു സമ്മതം പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും ബാക്കി സ്റ്റോറി എന്താണ് നമ്മുടെ ടില്ല് വരയ്ക്കാൻ പോകുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വളരെ ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം. സോ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത കുറച്ച് പാരഗ്രാഫ്സ് നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും എല്ലാം ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞു തന്ന അത്രയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങളെ നോട്ടിലേക്ക് എഴുതിയെടുത്തോ? ഓക്കെ, വെരി ഗുഡ്. സോ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ഇന്നത്തെ പാരാഗ്രാഫ് നമുക്ക് തുടങ്ങാം. നെക്സ്റ്റ് പേജോട്ടാണല്ലേ നമുക്കിനി നോക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ ഞാൻ ജസ്റ്റ് ലാസ്റ്റത്തെ പാരാഗ്രാഫ് ഒന്ന് പറഞ്ഞു പോവാണേ. ഹിയർ ആർ ദ 100 പീസ് ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ് സെഡ് ദ ആർച്ച് ഡ്യൂക്ക് ഗിവിങ് ഹിം ദ ഗോൾഡ്. അങ്ങനെ ആർച്ച് ഡ്യൂക്ക് നമ്മുടെ ടില്ലിന് 100 ഗോൾഡ് കോയിൻസ് കൊടുത്തിട്ട് അഡ്വാൻസ് പോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ലാസ്റ്റ് പാരാഗ്രാഫിൽ. അങ്ങനെ നമ്മുടെ ടില്ല് അത് വാങ്ങിക്കുന്നു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞേ? മൈ ലോർഡ്, യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. നിങ്ങൾ എൻ്റെ അങ്ങുന്നു എന്നൊക്കെ നമ്മൾ വിളിക്കണ കേട്ടിട്ടില്ലേ പഴയ സിനിമയിലൊക്കെ? അപ്പം അങ്ങുന്നു ഇല്ലെങ്കിൽ അവിടെ നിന്ന് യു ആർ ദ മോസ്റ്റ് ജനറസ് ഓഫ് മാസ്റ്റേഴ്സ്. എല്ലാ മാസ്റ്റേഴ്സിനെയും വെച്ച് അല്ലെങ്കിൽ എല്ലാ കിങ്ങിനെയും വെച്ച് വളരെ ജനറസ് ആയിട്ടുള്ളത്. ജനറസ് എന്ന് വെച്ചാൽ എന്താണ്? കൈൻഡ് ഹാർട്ടഡ് എന്നാണ് ജനറസ് എന്ന് പറഞ്ഞ ഒരു വേർഡിൻ്റെ മീനിങ്. ജനറസ് മീൻസ് കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു കിങ് വേറെ ആരുമില്ല, നിങ്ങളാണ് ഈ ലോകത്തെ ബെസ്റ്റ് കിങ് എന്ന് നമ്മുടെ ടില്ല് പറയാണ്. You have filled my lamp with oil. It will forever burn in your honor. അപ്പോൾ എന്താ പറയുന്നത്? യു ഹാവ് ഫിൽഡ് മൈ ലാമ്പ് വിത്ത് ഓയിൽ. എൻ്റെ ലാമ്പ് നിങ്ങൾ എണ്ണ നിറച്ചു. എൻ്റെ ലാമ്പിൽ നിങ്ങൾ എണ്ണ നിറച്ചു എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നിങ്ങൾ എന്നെ മനസ്സിലാക്കി എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്തു എന്ന് നമ്മുടെ ടില്ല് രാജാവിനോട് പറയുന്നു. അങ്ങനെ നിങ്ങൾ എന്നെ അറിഞ്ഞ് സഹായിക്കുകയാണ് രാജാവെ ചെയ്യുന്നതെന്ന് നമ്മുടെ ടില്ല് പറയുന്നു നമ്മുടെ രാജാവിനോട്. സോ വി വിൽ മൂവ് ടു നെക്സ്റ്റ് പാരാഗ്രാഫ്, 8th paragraph. The next day Till asked the archduke to allow him to see all the courtiers who were to be painted along with him. അടുത്ത ദിവസം നമ്മുടെ ടില്ല് രാജാവിനോട് പറയുന്നു. എന്താണ് പറയുന്നത്? എനിക്ക് എൻ്റെ കൂടെ ഹെൽപ്പിന് വരുന്ന എല്ലാ കോർട്ടിയേഴ്സിനെയും ഇല്ലെങ്കിൽ ഈ കോർട്ടിലുള്ള എല്ലാ കോർട്ടിയേഴ്സിനെയും എനിക്ക് ഒന്ന് കാണണം. എങ്ങനെയൊക്കെയാണ് അവരുടെ ഫീച്ചേഴ്സ്, ഇല്ലെങ്കിൽ അവിടെയുള്ള രാജ്ഞിയുടെ ഫീച്ചേഴ്സ് എന്താണ്? അവരുടെ കണ്ണ് എങ്ങനെയാണ്, മൂക്ക് എങ്ങനെയാണ്, മുഖത്തിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്, അതെല്ലാം എനിക്ക് കാണണമെന്ന് നമ്മുടെ രാജാവിനോട് ടില്ല് ആവശ്യപ്പെടുകയാണ്. ഓക്കെ, ദ നെക്സ്റ്റ് ഡേ ടിൽ ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക് ടു അലൗ ഹിം ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ് ഹു ആർ ടു ബി പെയിൻറ്റഡ് അലോങ് വിത്ത് ഹിം. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങിൽ ആരൊക്കെയാണോ ഞാൻ വരയ്ക്കേണ്ടത്, ഈ കോർട്ടിയേഴ്സിലെ എല്ലാവരെയും വെച്ച് വരയ്ക്കാമെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എല്ലാവരെയും എനിക്ക് കാണണമെന്ന് രാജാവിനോട് നമ്മുടെ ടില്ല് ആവശ്യപ്പെടുകയാണ്. ദേ കെയിം ആൻഡ് സോ ഹിം വൺ ബൈ വൺ. അങ്ങനെ എല്ലാ കോർട്ടിയേഴ്സും ആ ഒരു കോർട്ടിൽ ഇങ്ങനെ അല്ലെങ്കിൽ ആ ഒരു പാലസിൽ ഇങ്ങനെ വന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദ കെയിം ആൻഡ് സോ ഹിം വൺ ബൈ വൺ. ദ ഫസ്റ്റ് ടു കം വാസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ ആർമി. ആദ്യം വന്നത് ആരാണ്? ദ ഫസ്റ്റ് ടു കം വാസ് ദ കമാൻഡർ ഇൻ ചീഫ്. ഒരു പട്ടാളക്കാരനാണ് ആദ്യം വന്നത്. ആർമിയിലെ ഒരാളാണ് ആദ്യം നമ്മുടെ ടില്ലിനെ കാണാൻ വേണ്ടി വന്നത്. ഹി വാസ് എ ഷോർട്ട് ഫാറ്റ് ബാൽഡ് മാൻ വിത്ത് ആൻ ഇനോർമസ് സ്പോഞ്ച്. എന്താ പറയുന്നത്? അയാളുടെ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? വളരെ ഷോർട്ടായിട്ടുള്ള ഒരാളാണ്, ഫാറ്റാണ്. ബാൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷണ്ടിയുള്ളൊരു മനുഷ്യനാണ്. പിന്നെന്താണ്? ഹി വാസ് ഇനോർമസ് സ്പോഞ്ച്. ഇച്ചിരി വണ്ണവും പൊക്കം കുറവും ഒക്കെ ആയിട്ടുള്ളൊരു
കഷണ്ടിയാണ്, ഒരു ആർമിയിലെ ഒരു കമാൻഡർ ആയിരുന്നു ആദ്യം ഇദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ വന്നത്. ഇഫ് യു ഡു നോട്ട് മേക്ക് മൈ സ്റ്റൊമക്ക് ലുക്ക് ഫ്ലാറ്റ്, ഐ വിൽ ഹാവ് യു ഹാങ്ഡ്. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജിയർ. അപ്പം അദ്ദേഹം എന്താ പറഞ്ഞത്? ആ സോൾജിയർ എന്താണ് നമ്മുടെ ടില്ലിനോട് പറഞ്ഞത്? നിങ്ങൾ എന്നെ വരയ്ക്കുമ്പോൾ എൻ്റെ സ്റ്റൊമക്ക് ഫ്ലാറ്റായിട്ട് വരക്കണം. ഐ വിൽ, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും, ഹാങ് ചെയ്യും എന്ന് പറയണം. റിമെമ്പർ ഐ വാസ് വൺസ് എ വെരി ഹാൻസം സോൾജിയർ. നിങ്ങൾ ഓർത്തോ, നേരത്തെ ഞാൻ വളരെ ഹാൻസം ആയിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോൾജിയർ ആയിരുന്നു നിങ്ങൾ ഓർക്കണം. എന്നിട്ട് വേണം നിങ്ങൾ എന്നെ പിക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എങ്ങനെയായിരുന്നു നേരത്തെ? എനിക്കിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റൊമക്കായിരുന്നു, കൊടവയറൊന്നും ആയിരുന്നില്ല, ഫ്ലാറ്റ് സ്റ്റൊമക്കായിരുന്നു. എനിക്ക് ബാൽഡൊന്നും ഉണ്ടായില്ല, കഷണ്ടി ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഞാൻ ഭയങ്കര ഹാൻസം ആയിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ടില്ലിനോട് പറഞ്ഞത്. എന്നെ വരയ്ക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ സുന്ദരനായിട്ട് എന്നെ വരക്കണം എന്ന് പറഞ്ഞു. അപ്പം അയാൾ പോയി, ആദ്യത്തെ വ്യക്തി പോയി. അടുത്ത ആൾ വന്നു. എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. എൽഡർലി ലേഡി എന്ന് വെച്ചാൽ മൂത്ത ഇല്ലെങ്കിൽ ഒരു അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീ വന്നു. ഷി ഹാഡ് എ ലാർജ് ഹംബ് ഓൺ ഹെർ ബാക്ക്. ഹംബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂന് വരില്ലേ നമ്മുടെ ബാക്കിൽ, അതിനെയാണ് നമ്മൾ ഹംബ് എന്ന് പറയുന്നത്. An elderly lady came next. She had a large hump on her back. "Sir painter," she said softly, "make me look young and beautiful." നിങ്ങൾ എന്നെ യങ് ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും വരക്കുമോ എന്ന് ചോദിക്കുകയാണ്. "If you don't remove the hump on my back and supply what I lack in beauty, I will have you torn to pieces." നമ്മുടെ ഓൾഡ് ലേഡി അല്ലെങ്കിൽ എൽഡർലി ലേഡി എന്താ പറഞ്ഞത്? എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഹമ്പ് കണ്ടോ, അത് പിക്ചറിൽ വരയ്ക്കാൻ പാടില്ല. എന്നെ വരയ്ക്കുമ്പോൾ ആ ഹമ്പ് അങ്ങ് റിമൂവ് ചെയ്ത് ഞാൻ വളരെ സുന്ദരിയായിട്ടില്ലെങ്കിൽ ഇങ്ങനെയാണ് എൻ്റെ ഈ സൗന്ദര്യം നിറഞ്ഞൊഴുകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എന്നെ പിക്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെന്ത് ചെയ്യും? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയും. ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിച്ചു കീറുക എന്നാണ് ടോൺ ചെയ്യുക. ടോൺ മൈ ക്ലോത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ തുണികൾ വലിച്ചു കീറി എന്ന് പറയുന്നത് പോലെ, ടോൺ എന്ന് പറഞ്ഞാൽ വലിച്ചു കീറുന്നതിനാണ് നമ്മൾ ടോൺ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ടോൺ ഓഫ് പീസസ് ആക്കും, ചെറിയ ചെറിയ പീസസ് ആക്കി നിങ്ങളെ മാറ്റും എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ ആളും പോയിട്ടോ. അങ്ങനെ നെക്സ്റ്റ് ആൾ വരുവാണ്. A young lady who was the companion of the Duchess came in as soon as the old lady left. നമ്മുടെ ഓൾഡ് ലേഡി പോയി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഡച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർച്ച് ഡ്യൂക്കിനെ വൈഫിനെ അല്ലെങ്കിൽ രാജ്ഞീനെയാണ് നമ്മൾ ഡച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, രാജ്ഞി വന്നു. ഷീ വാസ് യങ് ആൻഡ് പ്രെറ്റി. അവൾ എങ്ങനെയാണ്? വളരെ യങ് ആയിട്ടുള്ളതും പ്രെറ്റി ആയിട്ടുള്ള ഒരു വുമനാണ്. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 of her front teeth in an accident. പക്ഷെ അവളുടെ മുൻപിലത്തെ 3 പല്ലും എങ്ങനെയാണ്? ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോഴേക്കും അത് പൊഴിഞ്ഞു പോയിരുന്നു. ആക്സിഡന്റ് ആകുമ്പോൾ പല്ല് പോവില്ലേ? അങ്ങനെ ഫ്രണ്ടിലത്തെ 3 പല്ല് തന്നെ പോയി. അവൾ വാ തുറന്നില്ലെങ്കിൽ അവളെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ബിക്കോസ് ഹീസ് എ ഡച്ച്, അവളൊരു പ്രിൻസസ് ആയതുകൊണ്ട് തന്നെ. പക്ഷെ എന്താണ് അവൾക്ക് ഇല്ലാത്തത്? 3 പല്ലില്ല, ആക്സിഡന്റിൽ അത് പോയി. എന്നിട്ട് അവൾ എന്താണ് വോൺ ചെയ്തത് നമ്മുടെ ടില്ലിന്? She warned Till that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. അപ്പോൾ നമ്മുടെ രാജ്ഞി വന്നിട്ട് പറഞ്ഞു, എന്നെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഞാൻ ചിരിച്ച് സുന്ദരിയായിട്ടുള്ളൊരു വുമനെ പോലെ ആയിരിക്കണം ഞാൻ ഇരിക്കേണ്ടത്. വിത്ത് എ പെർഫെക്റ്റ് സെറ്റ് ഓഫ് പേർലി ടീത്ത്, നല്ല തിളങ്ങുന്ന പല്ലുകളോട് കൂടിയ സുന്ദരിയായിട്ട് വേണം എനിക്ക് നിങ്ങളുടെ പിക്ചറിൽ ഇരിക്കാൻ. സോ നിങ്ങൾ എന്നെ എങ്ങനെ വരയ്ക്കണം? 3 ടീത്ത് ഉള്ളതുപോലെ നിങ്ങൾ എന്നെ വരയ്ക്കണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും? ഷീ വുഡ് ഹാവ് ഹിം കട്ട് ഇൻ ടു സ്മോൾ ബിറ്റ്സ് ബൈ ഹർ ലവർ. അവളുടെ കാമുകനെ കൊണ്ട് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളെ ചെറിയ ചെറിയ പീസുകളാക്കി വെട്ടിമുറിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഷീ പോയിന്റഡ് ടു ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. അങ്ങനെ എന്നിട്ട് ആ പെണ്ണ് എന്ത് ചെയ്തു? ഡച്ച് എന്ത് ചെയ്തു? രാജ്ഞി വേഗം നിൽക്കുന്ന ആ ക്യാപ്റ്റനെ കണ്ടോ, അതായത് കൊട്ടാര സൂക്ഷിപ്പുകാരനായിട്ടുള്ള ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അതാണ് എൻ്റെ ലവർ, അയാളെ നിങ്ങൾ ഓർമ്മ വെച്ചോ. നിങ്ങൾ എന്നെ അങ്ങനെ വരച്ചില്ലെങ്കിൽ
ഞാൻ നിങ്ങളെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബേൺ അപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ചെറുതായി കട്ട് ചെയ്ത് മുറിച്ച് കളയും എന്ന് പറഞ്ഞു. Similar requests and threats continued until he had finished with the last of the courtiers. അങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകളും ഒരുപാട് ത്രെറ്റ്സും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നു. എനിക്കിതില്ല, പക്ഷെ നിങ്ങൾ എന്നെ എങ്ങനെ വരക്കണം, നല്ല രീതിയിൽ വരക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ ചെറിയ പീസാക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ ത്രെറ്റ്സ് അവർ കേട്ടു. ഒരുപാട് റിക്വസ്റ്റ് നമ്മുടെ ടില്ലിന് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം വന്ന കോർട്ടിയേഴ്സ് വരെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ അയാളുടെ മുന്നിലേക്ക് നിരത്തി വെച്ചു. Then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail. You are to paint all my courtiers exactly as we see them. If you leave out a mole, a pimple, or a single grey hair, I will have you slaughtered like a pig." അടിപൊളി. എന്താണ് അപ്പോൾ സംഭവിക്കാൻ പോണത്? നമ്മുടെ ആർച്ച് ഡ്യൂക്ക് നമ്മുടെ ടില്ലിനെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മൈ ഡിയർ ഫെല്ലോ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഐ വാണ്ട് യുവർ പോർട്രേറ്റ് ടു ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. എന്നെ വരയ്ക്കാൻ പോകുന്ന എൻ്റെ പോർട്രേറ്റിൽ നിങ്ങൾ എന്നെ നല്ല രീതിയിൽ എല്ലാം, ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുത്ത് വെക്കില്ലേ, അതേപോലെ എല്ലാ ഷാർപ്പ് പെൻസും അടിപൊളിയായിട്ടില്ലെങ്കിൽ അത് ഞാനാണെന്ന് തോന്നുന്ന രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ പെയിൻറ്റിങ് വരയ്ക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്തും കൂടി വേണം, യു ആർ ടു ബി പെയിൻഡ് ഓൾ മൈ കോർട്ടിയേഴ്സ്. എൻ്റെ കോർട്ടിലുള്ള എല്ലാവരെയും നിങ്ങൾ വരയ്ക്കണം. അതെങ്ങനെയായിരിക്കണം? അവരുടെ മുഖത്തൊരു മാർക്ക് പോലും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ വരച്ച് വെക്കണം. അവരെ മാറ്റി വരയ്ക്കാനോ ഇല്ലെങ്കിൽ അവർ പറയുന്ന എന്തെങ്കിലും നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾ വരച്ച് വെച്ചാൽ എന്ത് ചെയ്യാന്നാ പറഞ്ഞത്? നിങ്ങളെ ചെറിയ പിഗിനെ കൊണ്ട്, സ്ലോട്ടേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയത്തില്ലേ, അറുക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നിങ്ങളെ പിഗിന് അരിയുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങളെ അരിഞ്ഞ് കളയുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ കോർട്ടിയേഴ്സിൻ്റെ ആവശ്യങ്ങളും ഉണ്ട്, നമ്മുടെ കിങ്ങിൻ്റെ ആവശ്യങ്ങളും ഉണ്ടല്ലേ. രണ്ടും കൂടി കേട്ടിട്ട് നമ്മുടെ ടില്ലിങ്ങനെ വട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഞാൻ എന്താ വരക്കണ്ടേന്ന് ചോദിച്ചുകൊണ്ട്. 10th paragraph. Till coolly thought things over and said to himself. നമ്മുടെ ടില്ല് എന്ത് ചെയ്തു? എല്ലാം വളരെ കൂളായിട്ട് ഓക്കെ ശരി എന്നുള്ള രീതിയിൽ ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇഫ് ഐ പെയിൻറ്റ് ദിസ് പിക്ചർ ഐ ഷാൽ സർട്ടൻലി ബി കിൽഡ്. ഞാൻ ഈ പിക്ചർ വരച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളെന്നെ കൊന്നുകളയും. Either the Archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. ഒന്നില്ലെങ്കിൽ എന്നെ ആർച്ച് ഡ്യൂക്ക് സ്ലോട്ട് ചെയ്യും, ചെറിയ പിഗിൻ്റെ പോലെ എന്നെ സ്ലോട്ട് ചെയ്ത് കളയും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കോർട്ടിയേഴ്സ് ഓരോരുത്തരായിട്ട് എന്നെ തട്ടിക്കളയും, എന്നെ കൊന്നു കളയുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. ഇൻ എയ്തർ കേസ് ആൻഡ് ടു ഡൈ. രണ്ട് കേസിലും, എയ്തർ കേസ് എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും, രണ്ടിലും എന്ന് പറയുന്നതിലാണ് നമ്മൾ എയ്തർ എന്ന് പറയുന്നത്. എയ്തർ ദിസ് ഓർ ദാറ്റ് എന്ന് പറയില്ലേ, ഇതല്ലെങ്കിൽ അതാണ് നമ്മൾ എയ്തർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ എയ്തർ കേസ് ഐ ആം ടു ഡൈ. എങ്ങനെ വന്നാലും ഞാൻ മരിക്കും. വാട്ട് ആം ഐ ടു ഡു. ഞാൻ എന്ത് ചെയ്യും? വാട്ട് ആം ഐ ടു ഡു. ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പെർഹാപ്സ്, എന്നിരുന്നാലും ഇറ്റ് ഈസ് വൈസർ നോട്ട് ടു പെയിൻറ്റ് ദിസ് പിക്ചർ അറ്റ് ഓൾ. അങ്ങനെ ഇത് വരയ്ക്കാതെ ഇരിക്കാനും എനിക്ക് പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മുടെ ടില്ലിങ്ങനെ നിൽക്കുകയാണ്, മരവിച്ചൊരവസ്ഥയിൽ നമ്മുടെ ടില്ലിങ്ങനെ നിൽക്കുകയാണ്. ദ ഫോളോയിങ് ഡേ ഹി ആസ്ക്ഡ് ദ ആർച്ച്ഡ്യൂക്ക് ഫോർ ദ ഹാൾ where he was to paint the picture. അപ്പോൾ അടുത്ത ഫോളോയിങ് ഡേ എന്ന് വെച്ചാൽ അടുത്ത ദിവസം തന്നെ ഹി ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക്, നമ്മുടെ ആർച്ച് ഡ്യൂക്കിനോട് നമ്മുടെ ടില്ല് ചോദിച്ചു, ഞാൻ എവിടെ ഇരുന്നാണ് ഈ പിക്ചർ വരയ്ക്കേണ്ടത് എന്ന് ചോദിച്ചു. ഹി വാസ് ഷോൺ എ ലാർജ് റൂം വിത്ത് ബെയർ വാൾസ്. അങ്ങനെ നമ്മുടെ രാജാവ് നമ്മുടെ ടില്ലിന് വേണ്ടിയിട്ട് പെയിൻറ്റിങ് റൂം കാണിച്ചു കൊടുക്കുകയാണ്. ആ പെയിൻറ്റിങ് റൂം എങ്ങനെയായിരുന്നു? ഭയങ്കര വലിയ റൂമാണ്, ലാർജ് റൂമാണ്, പക്ഷെ അവിടെ ബെയർ വാൾസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വെറുതെ ശൂന്യമായിട്ട് കിടക്കുന്ന ഒരു റൂം. ഭയങ്കര വലിയ റൂമിൽ
ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് കാര്യങ്ങളായിട്ട്, ഒരു കർട്ടൻ പോലും ഇല്ല, നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു റൂമാണത്. മനസ്സിലായോ നിങ്ങൾക്ക് ആ റൂമിൻ്റെ പ്രത്യേകത? ബെയർ റൂം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ, അല്ലെങ്കിൽ വെറുതെ റഫായിട്ട് കിടക്കുന്ന ഒരു മുറിനെയാണ് നമ്മൾ ബെയർ വാൾസ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവ് ടു അവർ നെക്സ്റ്റ് പാരഗ്രാഫ്. Till asked for thick curtains to be hung on the walls. അങ്ങനെ നമ്മുടെ ടിൽ എന്താണ് അടുത്ത് ചോദിച്ചത്? എനിക്ക് തിക്കായിട്ടുള്ള കുറച്ച് കർട്ടൻസ് വേണം എൻ്റെ ഈ വാൾസിൽ നിരത്താൻ വേണ്ടിയിട്ട്. ഐ ഹാവ് എ തിക്ക് കർട്ടൻസ് ടു ബി ഹങ് ഓൺ ദ വാൾസ്. ഹി വാണ്ടഡ് ഹിസ് പെയിൻറ്റിങ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഫ്ലൈസ് ആൻഡ് ദ ഡസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കർട്ടൻ ചോദിച്ചത്? ഞാൻ വരയ്ക്കാൻ പോകുന്ന എൻ്റെ പെയിൻറ്റിങ്സിന് പൊടിയൊന്നും വരാണ്ടിരിക്കുക, എനിക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജസ്റ്റ് എനിക്കതൊന്ന് മൂടിയിടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ആ കർട്ടൻ എന്ന് നമ്മുടെ ടില്ല് പറഞ്ഞു. ഹി ഓൾസോ ആസ്ക്ഡ് ഫോർ 3 assistants ടു ഹെൽപ്പ് ഹിം ഇൻ മിക്സിങ് കളേഴ്സ്. എന്നിട്ട് എന്താണ് ടില്ല് ചോദിച്ചത്? എനിക്ക് ഒരു 3 അസിസ്റ്റൻസിനെയും കൂടി വേണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കളേഴ്സ് മിക്സ് ചെയ്യാനുണ്ട്, അതൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 3 അസിസ്റ്റൻസിനെയും കൂടി വേണമെന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്കിനോട് ആര് പറഞ്ഞു? ടില്ല് പറഞ്ഞു. ദ ആർച്ച് ഡ്യൂക്ക് ഗേവ് ഹിം ഓൾ ദാറ്റ് ഹി ആസ്ക്ഡ് ഫോർ. നമ്മുടെ ആർച്ച് ഡ്യൂക്ക് നമ്മുടെ ടില്ല് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊടുത്തു. 12th paragraph. For 30 days Till and his assistants feasted themselves on the choicest dishes and drank the finest wines. അപ്പോൾ നമ്മുടെ ടില്ല് ആദ്യത്തെ 30 ദിവസം ടില്ലും അയാളുടെ 3 അസിസ്റ്റൻസും കൂടി അടിപൊളിയായിട്ട് ഫീസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ആഘോഷിച്ചു. ഫീസ്റ്റ് ദംസെൽവ്സ് ഓൺ ദ ചോയ്സസ്റ്റ് ഡിഷസ് ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻ. ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയും വീര്യം കൂടിയ മദ്യം വൈൻസ് രുചിക്കുകയും അല്ലെങ്കിൽ കഴിക്കുകയും ചെയ്തിരുന്നു. ഫൈനസ്റ്റ് വൈൻ കഴിച്ചു 30 ദിവസം തൊട്ട്. ആദ്യത്തെ 30 ദിവസം ചെയ്ത കാര്യങ്ങളാണ് ഇത്. ഓൺ ദ 30th day the archduke thrust his nose into the door and said. അങ്ങനെ 30th ദിവസം നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പതുക്കെ ഇങ്ങനെ തല മുകളിലേക്ക് ഇട്ടിട്ട് അവരോട് ചോദിച്ചു, ഡോറിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ചോദിച്ചു, "It is time that you finish the painting. I am eager to see it. Is it ready?" അപ്പോൾ നമ്മുടെ രാജാവ് എന്താ ചോദിച്ചത്? എനിക്ക് ആ പിക്ചർ ഒന്ന് കാണണം. എനിക്ക് വളരെ ഈഗേർലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഭയങ്കര താല്പര്യത്തോടെ ഞാനിങ്ങനെ ഇരിക്കുകയാണ് ആ പെയിൻറ്റിങ് എന്താണെന്ന്, നിങ്ങൾ വരച്ചിരിക്കുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ് എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട് വളരെ ആകാംക്ഷയോടെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. അത് റെഡിയായോ? ഈസ് ഇറ്റ് റെഡി? അത് റെഡി ആയോ എന്ന് ചോദിക്കുക എങ്ങനെയാ? ഈസ് ഇറ്റ് റെഡി? Till said that the picture was being completed and that he needed some more days to finish it. ആ പിക്ചർ തീരാൻ എനിക്കിനി കുറച്ച് ദിവസങ്ങളും കൂടി നിങ്ങൾ എനിക്ക് തരണമെന്ന് നമ്മുടെ ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് പറഞ്ഞു. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. ഇപ്പോൾ ആർച്ച് ഡ്യൂക്ക് പറഞ്ഞു, എത്ര നാൾ വേണമെങ്കിലും നിങ്ങൾ എടുത്തോളൂ, പക്ഷെ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആയിരിക്കണം. ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. അദ്ദേഹം എന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പേഷ്യൻസിനെ നിയന്ത്രിച്ചോളാം, ഞാനത് ഭയങ്കര പേഷ്യൻ്റായിട്ട് ഇരുന്നോളാം, നിങ്ങൾ പക്ഷേ അത് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ 2 did not matter, he said. പക്ഷെ ഇത് 2 ആഴ്ചയോ 3 ആഴ്ചയോ അതിൽ കൂടുതലോ പോയിക്കോട്ടെ, പക്ഷേ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ് എന്ന് നമ്മുടെ ആർച്ച് ഡ്യൂക്ക് പറയണം. ഓക്കെ ആണോ? ഇത്രയും മനസ്സിലായോ? നമുക്ക് അതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നോക്കാം കേട്ടോ. ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഇന്നലെ 11th ക്വസ്റ്റ്യൻ വരെ അല്ലേ പറഞ്ഞിരുത്തിയേ? 11th ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹു ആർ കമ്പയർഡ് ടു ദ മൂൺ ആൻഡ് ദ ലാൻറ്റേൺസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th ക്വസ്റ്റ്യൻ, 13th ക്വസ്റ്റ്യൻ ആൻഡ് 14th ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 12, വാട്ട് വർ ദ ഡിമാൻഡ്സ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ആൻഡ് ദ കോർട്ടിയേഴ്സ് ഇൻ പെയിൻറ്റിങ് ദെയർ പിക്ചർ? എന്തൊക്കെ ഡിമാൻഡ്സ് ആയിരുന്നു കോർട്ടിയേഴ്സിനും ആർച്ച് ഡ്യൂക്കിനും
ഉണ്ടായിരുന്നത്. അവരവരുടെ പിക്ചേഴ്സ് വരക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടായിരുന്നില്ലേ, അതെന്തൊക്കെയായിരുന്നു എന്നാണ് ചോദിച്ചേക്കണത്. ആൻസർ: ദ ആർച്ച് ഡ്യൂക്ക് ഡിമാൻഡഡ് ടിൽ ടു പെയിൻറ്റ് all the courtiers as such, but the courtiers demanded that he should make them more attractive than they actually were. നമ്മുടെ ആർച്ച് ഡ്യൂക്കിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കോർട്ടിയേഴ്സിനെ എല്ലാവരെയും വെച്ചിട്ട് പെയിൻറ് ചെയ്യാമെന്ന് ടില്ല് സമ്മതിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? പക്ഷേ കോർട്ടിയേഴ്സിന് എന്തുണ്ടായിരുന്നു? ഒരുപാട് ഡിമാൻഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഡിമാൻഡ്സ് എന്തൊക്കെയായിരുന്നെന്ന്? 3 പേരുടെ ഡിമാൻഡ്സാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാണിച്ചിരുന്നത്. ആദ്യം ഒരു കമാൻഡറിൻ്റെ, പിന്നെ ഒരു എൽഡർലി ലേഡിയുടെ, പിന്നെ ഒരു ഡച്ചിൻ്റെ അല്ലേ? 3 പേരുടെ ഡിമാൻഡ്സ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആ ആൾക്കാരെങ്ങനെയാണ്, അവരെങ്ങനെയുള്ള ആൾക്കാരാണ് ആ കോർട്ടിയേഴ്സിലുണ്ടായിരുന്നതെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അവരുടെ ഡിമാൻഡൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ മോർ അട്രാക്റ്റീവായിട്ട് അവരെ വരക്കണം എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ, 12th ക്വസ്റ്റ്യനിൽ ആൻസറായിട്ട് വരുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 13: Why did Till think that if he painted the picture, he would definitely be killed? Why did Till think that if he painted the picture, ടില്ല് ഈ ഒരു പിക്ചർ പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ടില്ല് മരിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അതിൻ്റെ റീസൺ എന്തായിരുന്നു എന്ന്. If he painted the picture as directed by the Archduke, he might be killed by the courtiers. എന്തായിരുന്നു? ആർച്ച് ഡ്യൂക്ക് പറയുന്നത് പോലെ വരച്ചില്ലെങ്കിൽ, ഇഫ് ഹി പെയിൻറ്റഡ് ദ പിക്ചർ ആസ് ഡയറക്റ്റഡ് ബൈ ആർച്ച് ഡ്യൂക്ക്, ഹി മൈറ്റ് ബി കിൽഡ് ബൈ ദ കോർട്ടിയേഴ്സ്. ഇഫ് ഹിസ് പിക്ചർ സാറ്റിസ്ഫൈഡ് ദ വിംസ് ഓഫ് ദ കോർട്ടിയേഴ്സ്, ഹി മൈറ്റ് ബി കിൽഡ് ബൈ ദ ആർച്ച് ഡ്യൂക്ക്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? വൈ ഡിഡ് ടിൽ തിങ്ക് ദാറ്റ് ഇഫ് ഹി പെയിൻറ്റഡ് ദ പിക്ചർ ഹി വുഡ് ഡെഫിനറ്റ്ലി ബി കിൽഡ്? അതിൻ്റെ ആൻസർ എന്തായിട്ട് വരും? ആർച്ച് ഡ്യൂക്ക് പറയുന്നത് പോലെ വരച്ചില്ലെങ്കിൽ ആർച്ച് ഡ്യൂക്ക് അദ്ദേഹത്തിനെ കൊല്ലും, ഇല്ലെങ്കിൽ കോർട്ടിയേഴ്സ് അദ്ദേഹത്തിനെ കൊല്ലുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു. അവരുടെ ഡിമാൻഡ്സും അങ്ങനത്തെ ഒരു തരം ഡിമാൻഡ്സ് ആയിട്ടാണ് പറഞ്ഞിരുന്നതെന്നാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ്? വാട്ട് വിൽ ടിൽ ഡു ടു സേവ് ഹിംസെൽഫ് ഫ്രം ബീങ് കിൽഡ്? ടിൽ എന്താണ് തന്നെ സ്വയമായിട്ട് ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എടുത്ത കുറച്ച് തീരുമാനങ്ങൾ. ഹിംസെൽഫ് ബീങ് കിൽഡ്. What will Till do to save himself from being killed? Not to paint the picture. പിക്ചർ വരയ്ക്കണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പിന്നെന്താണ്? പെയിൻറ്റ് ദ പിക്ചർ ആസ് ദ കോർട്ടിയേഴ്സ് ഹാഡ് ഡിമാൻഡഡ്. കോർട്ടിയേഴ്സ് പറഞ്ഞ പോലെ പിക്ചേഴ്സ് വരയ്ക്കണം. പിന്നെന്താണ്? പെയിൻറ്റ് ദ പിക്ചേഴ്സ് ആസ് ദ ആർച്ച് ഡ്യൂക്ക് ഹാഡ് ഇൻസ്ട്രക്റ്റഡ്. ആർച്ച് ഡ്യൂക്ക് ഇൻസ്ട്രക്ട് ചെയ്ത പോലെയും പിക്ചർ വരയ്ക്കണം അല്ലേ? ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് റെസ്പോൺസസ് ആയിട്ട്, എലിസിറ്റ് ഫ്രീ റെസ്പോൺസസ് ആയിട്ട് 2 ഭാഗങ്ങളിൽ നിന്നും കിട്ടിയത്. അതായത് ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്തുനിന്നും നമ്മുടെ കോർട്ടിയേഴ്സിൻ്റെ അടുത്തുനിന്നും കിട്ടിയ 2 റെസ്പോൺസസ് ആണ്. രണ്ടും എന്താണ്? അദ്ദേഹത്തിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കൊലക്കളത്തിലേക്ക് കൊണ്ടുവരുന്ന 2 റെസ്പോൺസസ് ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതാണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? വാട്ട് വിൽ ടിൽ ഡു ടു സേവ് ഹിംസെൽഫ് ഫ്രം ബീങ് കിൽഡ്? അവനെ തന്നെ രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് അവൻ തീരുമാനിച്ചതില്ലെങ്കിൽ അവന് ഓർമ്മ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് മീനിങ്സ് നോക്കിയാലോ. അതിൽ കുറച്ച് ഡിഫിക്കൾട്ട് വേർഡ്സ് ഉണ്ട്, അപ്പം മനസ്സിലാവാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ്. നിങ്ങളൊന്ന് നോക്കി പോവാം കേട്ടോ. നമ്മൾ ഡെയിലി വൊക്കാബുലറീസ് നോക്കാറുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് എപ്പോഴും പഠിക്കുമ്പോൾ വൊക്കാബുലറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ സ്റ്റോറീസൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് വേർഡ്സ് നമുക്ക് കിട്ടും അല്ലേ? അതിൽ വരുന്ന കുറച്ച് വേർഡ്സാണ് ഇതൊക്കെ. ഒന്ന് പഠിച്ചു പോയാൽ അത്രയും പാരാഗ്രാഫിൽ വരുന്ന കുറച്ച് ഡിഫിക്കൾട്ട് വേർഡ്സ്. ഇതിലും കൂടുതൽ വേർഡ്സ് ചിലപ്പോൾ ഇതിലുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ബോർഡിൻ്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കുക. അങ്ങനെയാണ് നമ്മൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് വേർഡ് നോക്കാം. ജനറസ്. ജനറസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ പാരഗ്രാഫിൽ ഫസ്റ്റ് വരുന്ന വേർഡാണ് ജനറസ്. ദാറ്റ് മീൻസ് കൈൻഡ് ഹാർട്ടഡ്. നമ്മുടെ കിങ്ങിനെ പറയുന്നതാണ് ജനറസ് കിങ് എന്ന് പറയുന്നത്. കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള കിങ്. സെക്കൻഡ് വേർഡ് ബാൽഡ്. വാട്ട് യു മീൻ ബൈ ബാൽഡ്? കഷണ്ടി എന്നൊക്കെ പറയല്ലേ, ഇതാണ് നമ്മൾ ബാൽഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഹെയർലെസ്, മുടിയില്ലാത്ത അവസ്ഥേനെ നമ്മൾ ബാൽഡ് എന്ന് പറയും.
തേർഡ് വേർഡ് ഇനോർമസ്. ഇനോർമസ് സ്പോഞ്ച് എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ അയാളുടെ അപ്പിയറൻസ് പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തൊരു വേർഡായിരുന്നു ഇനോറസ് സ്പോഞ്ച്. ഇനോറസ് സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ വെരി ലാർജ് ഇൻ സൈസ്, ബെല്ലി എന്നാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ ബെല്ലിയിലെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കൊടവയറിൻ്റെ ആ ഭാഗത്തുനിന്ന് ബെല്ലി ഭാഗം അല്ലെങ്കിൽ വേസ്റ്റ് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഭയങ്കര വണ്ണം തോന്നിക്കുന്ന രീതി, ഇതിനാണ് നമ്മൾ എന്ന് പറയുന്നത് വെരി ലാർജ് ഇൻ സൈസ് ബെല്ലി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനോർമസ് സ്പോഞ്ച്. സ്പോഞ്ച് എന്ന് പറഞ്ഞാൽ ബെല്ലി എന്ന് തന്നെയാണ് അല്ലെങ്കിൽ വേസ്റ്റ് എന്ന് തന്നെയാണ് മീനിങ്. സ്പോഞ്ച് മീൻസ് ബെല്ലി. നെക്സ്റ്റ് വേർഡ് ഈസ് ഹംപ്. A rounded protuberance on the camel of a എന്താണ് protuberance on the back of a camel. ക്യാമലിൻ്റെ മുതുകത്ത് കാണുന്ന കൂന്, അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് പറയാനാണ്. ഹമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂനെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹമ്പ് ഓൺ യുവർ ബാക്ക് എന്ന് പറയില്ലേ, നിങ്ങളുടെ പുറകിലൊരു കൂനുണ്ട്, ഇതാണ് നമ്മൾ ഹമ്പ്. നെക്സ്റ്റ് വേർഡ് ഈസ് ഡച്ചസ്. ദാറ്റ് മീൻസ് പ്രിൻസസ്. പ്രിൻസസിനെയാണ് നമ്മൾ ടച്ചസ്, രാജ്ഞി എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ടച്ച് എന്ന് പറയുന്നത്. ആൻഡ് സ്ലോട്ടേഡ് മീൻസ് നുറുക്കുക എന്നാണ് മലയാളം. ഇംഗ്ലീഷ് വരുമ്പോൾ ടു കിൽ ഇൻ എ ബ്ലഡി ഓർ വയലന്റ് മാനർ, ഭയങ്കര ക്രൂരമായിട്ട് കൊന്നു കളയുന്നതിനാണ് നമ്മൾ സ്ലോട്ടർ എന്ന് പറയുന്നത്. ഐ സ്ലോട്ടർ ഹർ എന്ന് പറയില്ലേ, ഞാൻ അവളെ ക്രൂരമായി കൊന്നു എന്ന് പറയുന്നതാണ് നമ്മൾ സ്ലോട്ടേർഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വേർഡ് ഈസ് ഫീസ്റ്റഡ്. ദാറ്റ് മീൻസ് ബീങ് വെരി ഹാപ്പി. ഫീസ്റ്റഡ് എന്ന് ശരിക്കും പറഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ്. നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ ഫീസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അവർ സെലിബ്രേറ്റ് ചെയ്തു എന്ന് തന്നെയാണ്. 30 ദിവസത്തോളം കാലം അവർ ആ ഒരു പിക്ചറിന് വേണ്ടി വരയ്ക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കലാപരിപാടികളിലുമായിട്ട് 30 ദിവസം വെറുതെ കളഞ്ഞു എന്ന് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ലാസ്റ്റ് പാരാഗ്രാഫിൽ. നമ്മൾ ഫീസ്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പറയാറുണ്ട് ഫീസ്റ്റഡ് പിന്നെ എവിടെ യൂസ് ചെയ്യുന്നത്, നമ്മൾ ക്രിസ്ത്യൻസ് ഓരോ സെയിൻസിനെ ഫീസ്റ്റ് ഡേ അല്ലേ, ഫീസ്റ്റ് ഡേയ്സ് പറയാറുണ്ട്. അല്ലെങ്കിൽ ജന്മദിനം, ഒരു സെയിൻറ്റിൻ്റെയും ജന്മദിനത്തിനെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഫീസ്റ്റ് ഡേ എന്നുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഫീസ്റ്റ് എന്ന് പറയുന്നത്, ആഘോഷിക്കുക, സെലിബ്രേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബർത്ത്ഡേ പോലെയുള്ള ഓർമ്മ ദിവസത്തിനെയൊക്കെ നമ്മൾ ഫീസ്റ്റഡ് എന്ന് പറയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെലിബ്രേഷൻ, അവർ ഇത്രയും നാൾ സെലിബ്രേറ്റ് ചെയ്തു എന്ന് പറയുന്നത് ഫീസ്റ്റഡ് കൊണ്ടുള്ള ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിലുള്ള ഡിഫിക്കൽട്ട് വേർഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോ ഇല്ലെങ്കിൽ ഇത് വായിച്ചു പോകുന്ന കൂട്ടത്തിലോ ക്ലാസ് കഴിഞ്ഞിട്ടോ ഈ വേർഡ്സ് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. ഇന്നലെ നമ്മൾ കുറച്ച് വേർഡ്സ് നോക്കിയിരുന്നു 2 ദിവസമായിട്ട് അല്ലേ. ആ വേർഡ്സ് നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി എല്ലാ ദിവസവും വെറുതെ ഒന്ന് കണ്ടുപിടിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെൻറ്റൻസ് ഫോർമേഷൻ നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്ന് തന്നെയാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ഓരോ സെൻറ്റൻസിലും നിങ്ങൾക്ക് സെൻറ്റൻസ് ഫോം ചെയ്യാനും ഇല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിലെ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എന്തിൽ കൂടി, ഈ ഒരു സ്റ്റോറി വായിക്കുന്നതിൽ കൂടി. അവനങ്ങനെ ചെയ്തു, അവനങ്ങനെ പറഞ്ഞു, അവനങ്ങനെ വന്നു, നാളെ അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരുപാട് സെൻറ്റൻസുകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അല്ലേ. ഇത് നെക്സ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം, അങ്ങനെ പഠിക്കുക. ടിൽ ആസ്ക്ഡ്, ആര് ചോദിച്ചു, ടിൽ ആസ്ക്ഡ് ദ ആർച്ച് ഡ്യൂക്ക് ടു അലോ ഹിം ടു സീ ഓൾ ദ കോർട്ടിയേഴ്സ് ഹൂ വർ ടു ബി പെയിൻറ്റഡ് അലോങ് വിത്ത് ഹിം. അവർ നമ്മുടെ ടില്ല് വരയ്ക്കാൻ പോകുന്ന ഓരോ പെയിൻറ്റേഴ്സിൻ്റെ കാണണമെന്ന് നമ്മുടെ ടില്ല് ആർച്ച് ഡ്യൂക്കിനോട് ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊരു സെൻറ്റൻസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ആ സെൻറ്റൻസ് നോട്ട് ചെയ്ത് വെക്കുക, അതിൻ്റെ മീനിങ്ങും അതിൻ്റെ മുകളിൽ എഴുതി പോവുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ടൊന്ന് വായിച്ചു നോക്കുക ഡെയിലി എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് ഫോർമേഷനും ഏത് തരത്തിലുള്ള സെൻറ്റൻസുകളാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ സെൻറ്റൻസുകളും നല്ല രീതിയിൽ തന്നെ വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പോക്കെന്ന് പറഞ്ഞാൽ എന്താ, കുത്തുക എന്നാണ് ശരിക്കും. ഇവിടെ നമ്മുടെ തല പൊക്കി ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു എന്ന് പറയാനാണ് പോക്കെന്നുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഈ ഒരു പാരഗ്രാഫിൽ. അതേപോലെ തന്നെ പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരാളുടെ സെൽഫായിട്ട് അല്ലെങ്കിൽ ഇപ്പം എൻ്റെ പിക്ചർ ഒരാൾ വരയ്ക്കുന്നതിനാണ് അതെൻ്റെ സെൽഫ് പോർട്രേറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ അതെൻ്റെ പോർട്രേറ്റ് അദ്ദേഹം വരയ്ക്കുകയാണ്. അല്ലെങ്കിൽ തല മാത്രം വരയ്ക്കുന്നതിനാണ് നമ്മൾ സെൽഫ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വയറിൻ്റെ അവിടം വരെയൊക്കെ വരയ്ക്കുന്നതിന് നമ്മൾ പോർട്രേറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട്. ഓക്കെ, ഇനിയും എന്തെങ്കിലും വേർഡ്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവരും എഴുതിയെടുത്ത് പോകണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ നോട്ട്സ് എന്ന് പറയുന്നത്, സൈഡ് ക്വസ്റ്റ്യൻസ്.
ബാക്കി ആക്ടിവിറ്റീസിൻ്റെയൊക്കെ നോട്ട്സൊക്കെ നമ്മൾ അന്നേരം നോക്കി പോകുമ്പോൾ എഴുതി നമുക്ക് പഠിച്ചൊക്കെ തരാം. അതേപോലെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് ഇത്തിരി പരിചയമില്ലാത്ത ഒരു ലാംഗ്വേജ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ തീരുകയാണ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അതൊക്കെ വായിച്ചു നോക്കുക, പഠിക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഫോം ചെയ്യുക, നന്നായിട്ട് എഴുതി വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ, എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ ആ കഥ ഫിനിഷ് ചെയ്യാൻ പോവാണ്. സോ എന്താണ് ആ പെയിൻറ്റിങ് എന്നൊക്കെ അറിയണ്ടേ. സോ വിൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. സോ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.